ഹരി ഓം. പുത്രൻ, പുത്രി ഈ പദങ്ങൾക്ക് സമാനമായി തനയൻ എന്നും തനയ എന്നുമുള്ള പ്രയോഗങ്ങളുണ്ട്. തനയ ശബ്ദത്തിന് തനോതി, വിസ്തരതി എന്നാണ് വാഗർത്ഥം. ഇതനുസരിച്ച് സംസ്കൃതത്തിലെ പ്രയോഗമനുസരിച്ച് മാതാപിതാക്കളുടെ വിസ്താരമാണ് കുട്ടികൾ എന്ന വസ്തുത ആലോചനാമൃതമാണ്. ഓരോ രക്ഷിതാവും ഈ കാര്യം ആഹ്ലാദപൂർവം ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ വിസ്തരിക്കപ്പെട്ടതാണ് എൻ്റെ മകൻ, മകൾ. ഇത് ഓരോ രക്ഷിതാവും ആലോചിക്കേണ്ടതുണ്ട്. ഇപ്രകാരം ആലോചിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സ്വാതന്ത്ര്യം കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ഇത് പറയാൻ കാരണം, പലപ്പോഴും കുട്ടികളെ ചൊല്ലി അച്ഛനമ്മമാർ കാലദോഷമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കുട്ടികളെ ചൊല്ലി ഭയപ്പെടേണ്ടുന്ന ഒരു അവസ്ഥ അച്ഛനമ്മമാർക്ക് വന്നു ചേരുന്നു. ഇത് ദൗർഭാഗ്യമല്ലേ? ഇവിടെ ഭയത്തിന് കാരണം എന്താണ്? എവിടെയും ഭയമുണ്ടോ അവിടെ അറിവില്ലായ്മ വിഷയമാകുന്നു. എനിക്ക് എൻ്റെ കുട്ടിയെ അറിയാമോ? ഇതാണ് ഓരോ അച്ഛനും അമ്മയും സ്വന്തം കുട്ടിയെക്കുറിച്ച് ചോദിക്കേണ്ട ചോദ്യം എന്ന് തോന്നുന്നു. അഥവാ കുട്ടികളെക്കുറിച്ച് രക്ഷിതാക്കൾ, മാതാപിതാക്കൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എനിക്ക് എൻ്റെ കുഞ്ഞിനെ അറിയാമോ? കുട്ടികളെ അറിയാൻ നമുക്ക് സാധിക്കും. കാരണം അവര് തനയന്മാരാണ്, തനയകൾ ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഓരോ മാതാപിതാവിൻ്റെയും വിസ്താരമാണ് കുട്ടികൾ. എൻ്റെ തന്നെ വിസ്താരം അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എനിക്ക് എന്തുകൊണ്ട് അപരിചിതമാവണം? പക്ഷേ സ്വാഭാവികമായി നമുക്ക് പരിചിതമായി തോന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ അറിയുന്നതിന് ആലോചനയെ ചെയ്യണം. ആലോചനയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന ഒരു പദം തപസ് എന്നാണ്. തപശബ്ദത്തിന് തപ, ആലോചനേ എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ രണ്ട് പദങ്ങൾ പരിചയപ്പെട്ടു. തനയ ശബ്ദം പരിചയപ്പെട്ടു. അത് മാതാപിതാക്കൾ വിസ്തരിക്കപ്പെട്ടതാണ് കുട്ടികൾ എന്നുള്ളത് കൊണ്ട് കുട്ടികളെ സൂചിപ്പിക്കുന്ന പദമാണ് തനയ ശബ്ദം. ഇതുപോലെ തന്നെ തപ ശബ്ദം. തപസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആലോചിക്കുക. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ തപം ചെയ്യേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഈ തപസ് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട പദമാണ്. എക്കാലവും സൃഷ്ടിയെ സംബന്ധിച്ച് തപം ചെയ്യണമെന്ന നിർദ്ദേശമുണ്ട്. ഉദാഹരണമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ സ്രഷ്ടാവ് സാക്ഷാൽ ബ്രഹ്മാവാകുന്നു, നാൻമുഖനാവുന്നു. ഈ ബ്രഹ്മാവിന് എങ്ങനെ സൃഷ്ടിശേഷി ഉണ്ടായി? ബ്രഹ്മാവ് ആദ്യം തന്നെ ആലോചിച്ചു എന്നാണ്. ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത്? ഉറവിടത്തെ അന്വേഷിച്ച് ബ്രഹ്മാവ് പിറന്ന താമരയിൽ, ഇതൊക്കെ നമുക്ക് സാമാന്യേന അറിയുന്ന വിഷയമാണ്. സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ നാഭി പത്മത്തിലാണ്, പൊക്കിൾ കൊടിയിൽ നിന്ന് ഉയർന്നു വന്ന താമരയിലാണ് ബ്രഹ്മാവ് ജനിച്ചത്. അതിലുടനീളം അന്വേഷിച്ച് നടന്നിട്ടും ഉറവിടം കണ്ടെത്താനാകാതെ ബ്രഹ്മാവ് ആകെ വിഷമിച്ചു. കണക്ക് പറയുമ്പോൾ 1000 കൊല്ലക്കാലം ബ്രഹ്മാവ് തൻ്റെ ഉറവിടം അന്വേഷിച്ചു എന്നാ പറയുക. ഒടുവിൽ തപ തപ എന്നൊരു നിർദ്ദേശം കിട്ടിയില്ല. ഉടനെ തന്നെ ബ്രഹ്മാവ് പത്മാസനത്തിലിരുന്ന്, നാഭി പത്മത്തിലിരുന്ന് ആലോചിച്ചു. ദീർഘാലോചനം കൃതവാൻ, വലിയ ആലോചനയെ ചെയ്തു. ഈ ആലോചനയിൽ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്നിങ്ങനെയൊക്കെ കഥ പുരോഗമിക്കുന്നു. കഥയുടെ സാരം ഇതാണ്: തൻ്റെ സർജനശേഷിയെക്കുറിച്ച്, പവർ ഓഫ് ക്രിയേഷൻ, ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് ബ്രഹ്മാവിന് ബോധ്യമുണ്ടായി. അതിനുശേഷം വളരെ അനായാസമായി ബ്രഹ്മാവിന് പ്രപഞ്ചത്തെ വിസ്തരിക്കാൻ സാധിച്ചു. ഇതുപോലെ ഓരോ അച്ഛനും അമ്മയ്ക്കും സാധിക്കണം സ്വന്തം കുട്ടികളെ വേണ്ട വിധം വളർത്താനുള്ള വിദ്യ ഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള തപസ്സിൽ ഏർപ്പെടാം.
അതുകൊണ്ട് കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വാമിക്ക് നിർദ്ദേശിക്കാനുള്ള ഒന്നാമത്തെ പാഠം, ഹേ അച്ഛനമ്മമാരെ, മാതാപിതാക്കളെ, രക്ഷാകർത്തൃക്കളെ, രക്ഷാകർത്താക്കന്മാരെ, നിങ്ങളെല്ലാവരും തപസ്സിൽ മുഴുകൂ. സ്വന്തം കുട്ടിയെ അറിയാനുള്ള ആലോചനയിൽ മുഴുകും. ഈ ആലോചനയുടെ പ്രകൃതം അതിനെക്കുറിച്ച് സൂചിപ്പിക്കട്ടെ. നമുക്ക് ഇക്കാലത്ത് എന്തിനും ഏതിനും വലിയ തിരക്കാണ്. ഈ തിരക്ക് എന്തിനു വേണ്ടി എന്ന് ഒരു അന്വേഷണം ഉണ്ടായാൽ ഏകസ്വരത്തിൽ എല്ലാ അച്ഛനമ്മമാരും ഉത്തരം പറയുക കുട്ടികൾക്ക് വേണ്ടി എന്നാണ്. കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊരു മറുചോദ്യം ഉണ്ടായാൽ ഓരോ അച്ഛനും അമ്മയും വിഷമിക്കും. കാരണം ആ വിഷയത്തിൽ അത്രയൊന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ തിരക്കിട്ട് ഓടാനുള്ള ഒരു ആവേശം? അത് സമാജത്തിൽ പൊതുവെ അങ്ങനെയാണ്. വാസ്തവത്തിൽ ഈ ഒരു മുൻവിധിയാണ് അച്ഛനമ്മമാരെ ഭരിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് എന്തു വേണമെന്ന് ഒരച്ഛനും ഒരമ്മയും മനസ്സിരുത്തി ആലോചിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ നാം ആ വിഷയത്തിൽ തപസ് ചെയ്യുന്നില്ല. പകരം പൊതുവെ നിശ്ചയിക്കപ്പെട്ട ഒരു പന്ഥാവിലൂടെ, ഒരു വഴിത്താരയിലൂടെ നാം എല്ലാം മറന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കിൻ്റെ നെട്ടോട്ടം തപസ്സിന് വിരോധമാണ്, തപസ്സിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അച്ഛനമ്മമാർ കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ പരാജയപ്പെടുന്നത്. അച്ഛനമ്മമാർ എന്തുകൊണ്ട് കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, തൻ്റെ തന്നെ വിസ്താരമാണ് കുട്ടികളെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട്, കുട്ടികളെക്കുറിച്ച് അറിയാനുള്ള തപസ് വേണ്ട പ്രകാരം ചെയ്യാത്തത് കൊണ്ട് എന്നാണ് ഉത്തരം. എനിക്ക് എൻ്റെ കുട്ടിയെ അന്വേഷിക്കാൻ സാധിക്കും, അറിയാൻ സാധിക്കും. അതിനുവേണ്ടി നാം സമാജം പൊതുവെ പുലർത്തുന്ന മുൻവിധിയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കണം. കുട്ടികൾക്ക് വേണ്ടി എന്ന പേരിൽ നെട്ടോട്ടം ഓടലല്ല വാസ്തവത്തിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള വലിയ കാര്യം. മറിച്ച് കുട്ടികളെക്കുറിച്ച് ആലോചിക്കാൻ, തപസ് ചെയ്യാൻ തയ്യാറാവലാകുന്നു. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിനെ സംബന്ധിച്ച് സാവകാശം ഇരുന്ന് ദീർഘമായ ആലോചനയെ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഒന്നാമത്തെ ആശംസ. ഈ കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ പ്രഥമമായ ആശംസ ഇതാണ്. ഹേ മാതാപിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വിസ്താരമായ കുട്ടികളെ കുറച്ചുകൂടി ആഴത്തിൽ അറിയാൻ, അവരെക്കുറിച്ച് ആലോചിക്കാൻ സാവകാശമുണ്ടാകട്ടെ, തപസ് ചെയ്യാൻ സാധിക്കട്ടെ. ഹരി ഓം.